അയർലൻഡ്, ഇംഗ്ലണ്ട് T20 പര്യടനങ്ങൾക്കും ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുമുള്ള ഇന്ത്യൻ ടീമുകളെ BCCI പ്രഖ്യാപിച്ചു. ഇന്ത്യൻ T20 ടീമിനെ ഇനി ശ്രേയസ് അയ്യർ നയിക്കും. IPL-ലെ വെടിക്കെട്ട് പ്രകടനത്തിലൂടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. 16-ാം വയസ്സിൽ സച്ചിൻ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം കഴിഞ്ഞ 36 വർഷമായി തകരാതെ നിന്ന റെക്കോർഡാണ് വൈഭവ് സ്വന്തം പേരിലാക്കിയത്. സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയും ടീമിൽ വിക്കറ്റ് കീപ്പർമാരായി ഉൾപ്പെടുത്തി. അടിപൊളി, ഇനി കളി മാറും. നയിക്കാൻ ശ്രേയസ് അയ്യർ, വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ. വിക്കറ്റ് കീപ്പറായി സഞ്ജുവും ഇഷാനും ഉണ്ടാകും. സച്ചിന്റെ 36 വർഷത്തെ റെക്കോർഡ് തകർത്താണ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ T20 ടീമിൽ എത്തിയിരിക്കുന്നത്. അയർലൻഡ്, ഇംഗ്ലണ്ട് T20 പര്യടനങ്ങൾക്കും ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമുകളെ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. T20 ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിനെ ഇനി ശ്രേയസ് അയ്യർ നയിക്കും. സൂര്യകുമാർ യാദവിന് പകരക്കാരനായാണ് ശ്രേയസ് ടീമിൽ എത്തുന്നത്. മുംബൈയിൽ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിലാണ് പുതിയ നീക്കങ്ങൾ പുറത്തുവന്നത്. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. IPL-ലെ വെടിക്കെട്ട് പ്രകടനത്തിലൂടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയും ടീമിൽ ഇടം പിടിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ ചരിത്രം കുറിച്ച് 15-കാരൻ വൈഭവ്, അതായത് യുവ ഇടം കയ്യൻ ബാറ്റർ വൈഭവ് ടീമിലേക്ക് ഇടം നേടിയത് കായിക പ്രേമികൾക്കും സന്തോഷം പകരുന്ന വാർത്തയാണ്. ഇതോടെ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ദീർഘകാലത്തെ റെക്കോർഡാണ് സൂര്യവംശി തകർത്തെറിഞ്ഞത്. 1989-ൽ 16-ാം വയസ്സിലായിരുന്നു പാകിസ്ഥാനെതിരെ സച്ചിൻ അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 36 വർഷമായി തകരാതെ നിന്ന റെക്കോർഡാണ് ഈ ബീഹാർ സ്വദേശി സ്വന്തം പേരിലേക്ക് നിസാരമായി തിരുത്തിയെഴുതിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ കാഴ്ചവെച്ച അസാമാന്യ പ്രകടനമാണ് വൈഭവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നതും. സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയും ടീമിൽ വിക്കറ്റ് കീപ്പർമാരായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിനു മുമ്പ് തന്നെ പുതിയ ക്യാപ്റ്റനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഒടുവിലാണ് ശ്രേയസ് അയ്യരുടെ പേരിലേക്ക് കൗൺസിൽ അംഗങ്ങൾ എത്തുന്നത്. അതേസമയം സഞ്ജു സാംസണെ ടീമിന്റെ നായകനാക്കാൻ കോച്ച് ഗൗതം ഗംഭീർ താൽപര്യമെടുത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അജിത് അഗാർക്കർ അടക്കമുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ഗംഭീറിന്റെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. സ്ഥിരതയാർന്ന പ്രകടനമല്ല സഞ്ജുവിന്റേതെന്നും ദീർഘകാല നായകസ്ഥാനത്തിന് ഇപ്പോൾ പരിഗണിക്കാൻ സമയമായിട്ടില്ലെന്നായിരുന്നു ഇവരുടെ അഭിപ്രായം. ഇതാണ് ശ്രേയസിന് കാര്യങ്ങൾ സുഗമമാക്കിയത്. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള T20 ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായും അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായും ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പറായും വൈഭവ് സൂര്യവംശി, ശിവം ദുബെ, തിലക് വർമ്മ, നിതീഷ് റെഡ്ഡി, ആഷിർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, അർഷിദീപ് സിംഗ്, പ്രിൻസ് യാദവ് എന്നിവരാണ് ടീമിലുള്ളത്. ഏഷ്യൻ ഗെയിംസിലാകട്ടെ ശ്രേയസ് അയ്യർ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, വൈഭവ് സൂര്യവംശി, ശിവം ദുബെ, തിലക് വർമ്മ, നിതീഷ് റെഡ്ഡി, അഷിർ പട്ടേൽ, വാഷിംഗ്ടൺ, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ എന്നിവരും കളിക്കും. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.